1981 മെയ് 24-നാണ് കേരളത്തെ ഞെട്ടിച്ച ഏറ്റുമാനൂർ വിഗ്രഹമോഷണം നടക്കുന്നത്. 8ഓളം സുരക്ഷാ ജീവനക്കാരുടെ കണ്ണ് വെട്ടിച്ചു നടത്തിയ ആ മോഷണം പോലീസിനെ വട്ടം ചുറ്റിച്ചു. പിന്നീട് ദിവസങ്ങൾക്കു ശേഷമാണ് പ്രതിയായ തിരുവനന്തപുരം പാറശാല സ്വദേശി സ്റ്റീഫൻ പോലീസിന്റെ പിടിയിലാകുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നടന്ന ഒരു മോഷണത്തിന്റെയും അതേ തുടർന്ന് നടന്ന ഒരു കൊലപാതകത്തിന്റെയും ചുവട് പിടിച്ച നെയ്യാറ്റിൻകര പോലീസ് നടത്തിയ അന്വേഷണമാണ് സ്റ്റീഫനിലേക്ക് എത്തുന്നത്. ഏറ്റുമാനൂർ വിഗ്രഹമോഷണ കേസിലെ പ്രതിയായ സ്റ്റീഫനെ പിടിക്കാൻ തുമ്പുണ്ടായത് ക്ഷേത്രക്കുളത്തിൽ നിന്ന് അന്വേഷണ സംഘത്തിന് കിട്ടിയ ഒരു കഷണം കടലാസായിരുന്നു എന്നാണ് പുറത്തു വന്നിരുന്ന വിവരം. ആ കടലാസ് കഷണത്തിന്റെ ചുവട് പിടിച്ച് പോലീസ് പാറശാലയിലെ കൊച്ചുകുഞ്ഞൻ നാടാരുടെ കടയിലെത്തുകയും അവിടെ നിന്ന് വിറ്റ കമ്പിപ്പാര പൊതിഞ്ഞു നൽകിയതാണ് ആ കടലാസ് കഷണമെന്ന കൊച്ചുകുഞ്ഞൻ നാടാർ തിരിച്ചറിയുകയും ചെയ്തു. കമ്പിപ്പാര വാങ്ങിയത് സ്റ്റീഫനാണെന്നുള്ള വിവരം കൂടി കുഞ്ഞൻ നാടാർ നൽകിയതോടെയാണ് അയാൾ പോലീസിന്റെ പിടിയിലാകുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ സ്റ്റീഫൻ പോലീസിന്റെ പിടിയിലാകാനുള്ള കാരണം മറ്റൊന്നാണ് എന്നാണ് റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ സ്റ്റീഫൻ വെളിപ്പെടുത്തുന്നത്. അതിങ്ങനെയാണ്. 1980-കളിൽ നെയ്യാറ്റിൻകരയിൽ ഒരുപാട് ഭൂസ്വത്തുക്കളും ലോറികളും കാറുകളും സിനിമാ തിയേറ്ററുമൊക്കെ ഉണ്ടായിരുന്ന AVN മുതലാളി 1981 മെയ് 2-ാം തീയതി AVN മുതലാളിയുടെ വീട്ടിൽ ഒരു മോഷണം നടക്കുന്നു. പോലീസ് സ്ഥലത്തെത്തി. വിവരങ്ങളെല്ലാം ശേഖരിച്ച ശേഷം അന്വേഷണം തുടങ്ങി. മോഷണം നടന്ന ദിവസം അവിടെ വീട്ടുജോലിക്കാരനായ രവീന്ദ്രനും ഉണ്ടായിരുന്നു. ഈ മോഷണത്തിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മെയ് 19-ാം തീയതി അർദ്ധരാത്രിയോടെ ആ വീട്ടിൽ ഒരു കൊലപാതകം കൂടി നടക്കുന്നു. ഔട്ട് ഹൗസിൽ കിടന്നുറങ്ങുകയായിരുന്ന ആ വീട്ടുജോലിക്കാരൻ രവീന്ദ്രൻ നായരെയാണ് ആരോ വെട്ടിക്കൊലപ്പെടുത്തിയത്. അന്നത്തെ കാലത്ത് നെയ്യാറ്റിൻകര പ്രദേശത്തെ ആകെ പിടിച്ചുലച്ച സംഭവങ്ങളായിരുന്നു AVN മുതലാളിയുടെ വീട്ടിൽ നടന്ന മോഷണവും കൊലപാതകവും. മോഷണത്തിനു പിന്നാലെ കൊലപാതകം കൂടി നടന്നപ്പോൾ നെയ്യാറ്റിൻകര പോലീസ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കി. അന്നത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും രാഷ്ട്രീയ നേതാക്കന്മാരുമായും ഒക്കെ നല്ല ബന്ധമുള്ളയാളായിരുന്നു AVN മുതലാളി. പോലീസ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കന്മാരുമൊക്കെ പലപ്പോഴും മുതലാളിയുടെ ആതിഥേയത്വം സ്വീകരിക്കാറുമുണ്ടായിരുന്നുവത്രേ. അങ്ങനെയുള്ള AVN മുതലാളിയുടെ വീട്ടിൽ മോഷണവും പിന്നീട് ദിവസങ്ങൾക്കു ശേഷം ഒരു കൊലപാതകവും കൂടി നടന്നിട്ടും പ്രതികളെ പിടിക്കാൻ കഴിയാത്തത് പോലീസിന് നാണക്കേടായി. അന്വേഷണം തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതികളെക്കുറിച്ചുള്ള ഒരു തുമ്പും പോലീസിന് കിട്ടിയില്ല. അതോടെ അന്വേഷണ ചുമതല ക്രൈം ഡിറ്റാച്ച്മെന്റ് സ്ക്വാഡിന് കൈമാറി. സ്ക്വാഡിൽ DYSP വിതുര ഗോപാലൻ നായർ, CI വേലായുധനാശാരി, SI-മാരായ കൃഷ്ണൻ നായർ, സ്റ്റീഫൻ, കോൺസ്റ്റബിൾമാരായ വേലപ്പൻ, ജ്ഞാനാഭരണം, ഡ്രൈവർ ശശിധരൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്. അന്വേഷണം ഏറ്റെടുത്ത ക്രൈം ഡിറ്റാച്ച്മെന്റ് സ്ക്വാഡ് പലരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി. സംഭവം നടന്ന സ്ഥലത്ത് മണം പിടിച്ച പോലീസ് നായ കുറച്ചു ദൂരം മുന്നോട്ടോടി. അതിൽ കൂടുതൽ ഒന്നും സംഭവിച്ചില്ല. അന്വേഷണം ഊർജിതമായി തന്നെ നടന്നു. ഇതിനിടയിൽ പോലീസ് ഒരു കാര്യം മനസ്സിലാക്കി. സംഭവം നടന്ന വീട്ടിൽ ഒരു അൾസേഷൻ നായയുണ്ടായിരുന്നു. മോഷണവും കൊലപാതകവും നടന്നത് 2 ദിവസങ്ങളിലായിട്ടാണ്. ഈ 2 ദിവസങ്ങളിലും നായ കുരയ്ക്കുകയോ ബഹളം വയ്ക്കുകയോ ചെയ്തിട്ടില്ല. അതിൽ നിന്ന് പോലീസ് ഒരു നിഗമനത്തിലെത്തി. AVN മുതലാളിയുടെ വീടുമായി അടുപ്പമുള്ള ആർക്കോ ഈ സംഭവങ്ങളിൽ പങ്കുണ്ടായിരിക്കണം. നായയുമായി അടുപ്പം പുലർത്തുന്ന ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആയ ആരെങ്കിലും വീട്ടിൽ വരാറുണ്ടോ എന്ന് പോലീസ് ഗൃഹനാഥ കമലാക്ഷിയോട് അന്വേഷിച്ചു. നെയ്യാറ്റിൻകരയ്ക്കടുത്ത് ഉദയൻകുളങ്ങരയിൽ തങ്ങൾക്കൊരു ബന്ധുവുണ്ട്, ദിലീപ് എന്നൊരു ചെറുപ്പക്കാരൻ. ദിലീപ് ഇടയ്ക്കിടെ വീട്ടിൽ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നായയ്ക്കും ദിലീപ് പരിചിതനാണ്. പോലീസ് നേരെ ദിലീപിന്റെ വീട്ടിലെത്തി. അയാളോട് കാര്യങ്ങൾ ചോദിച്ചു. എന്നാൽ ദിലീപിൽ നിന്ന് യാതൊരു സൂചനയും പോലീസിന് കിട്ടിയില്ല. പോലീസ് ദിലീപിനോട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് അയാളുടെ ചേട്ടൻ സുരേഷ് അങ്ങോട്ട് വന്നത്. ബാറ്റയുടെ പുതിയ ചെരുപ്പും ലുങ്കിയും ഷർട്ടുമൊക്കെ ധരിച്ച് വലിയ പത്രാസിലായിരുന്നു സുരേഷിന്റെ വരവ്. സുരേഷിന്റെ വേഷവിധാനങ്ങളും പത്രാസുമൊക്കെ കണ്ടപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എന്തോ പന്തികേട് തോന്നി. അവർ വീടിനകത്ത് കയറി അരിച്ചു പെറുക്കി പരിശോധിച്ചു. വീടിനകത്ത് അലമാരയിൽ വിലപിടിപ്പുള്ള പുതിയ കുറേ വസ്ത്രങ്ങളുണ്ടായിരുന്നു. സുരേഷിനാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ജോലിയുമില്ല. പോലീസ് മുറയിൽ തന്നെ സുരേഷിനോട് ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ ചോദിച്ചു. അതോടെ തത്ത പറയുന്നത് പോലെ സുരേഷ് കാര്യങ്ങളൊക്കെ തുറന്നങ്ങ് പറഞ്ഞു. തൻ്റെ കൂട്ടുകാരനായ പാറശാലക്കാരൻ സ്റ്റീഫൻ തനിക്ക് 1000 രൂപ തന്നു. ആ പണം കൊണ്ടാണ് ഈ വസ്ത്രങ്ങളും ചെരുപ്പും ഒക്കെ വാങ്ങിയത് എന്നയാൾ തുറന്നു പറഞ്ഞു. പോലീസ് സുരേഷിനെയും കൂട്ടി നേരെ സ്റ്റീഫന്റെ വീട്ടിലേക്ക് വിട്ടു. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച പരിതാപകരമായിരുന്നു. ദാരിദ്ര്യാവസ്ഥയിലുള്ള ഒരു കുടുംബം, അപ്പന് കൃഷിപ്പണി, 3 മക്കളിൽ 3ാമൻ സ്റ്റീഫൻ. മുമ്പ് ചില മോഷണ കേസുകളിലെ പ്രതിയായിരുന്നു അയാൾ. പോലീസ് സ്റ്റീഫനെ ചോദ്യം ചെയ്തു. ഒരു പണിയുമില്ലാത്ത നിനക്ക് എവിടെ നിന്ന് ഇത്രയും പണം കിട്ടി എന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സ്റ്റീഫന് കഴിഞ്ഞില്ല. സ്റ്റീഫൻ ഉള്ള കാര്യം അങ്ങ് തുറന്നു പറഞ്ഞു. മോഷണം നടത്തിയത് താനും സുരേഷും ദിലീപും ചേർന്നാണ്. കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതോടെ പോലീസിന് കാര്യങ്ങൾ എളുപ്പമായി. താമസിയാതെ സ്റ്റീഫനെയും സുരേഷിനെയും അറസ്റ്റ് ചെയ്തു. ധനുവച്ചപുരം കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയും കോളേജിലെ മാഗസിൻ എഡിറ്ററും ജിംനാസ്റ്റിക്കുമൊക്കെയായിരുന്നു ദിലീപ്. ദിലീപിനെ പിന്നീട് വീട്ടുകാർ തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. പോലീസ് 3 പേരെയും ചോദ്യം ചെയ്തു.
എന്നാൽ അസാമാന്യമായ മാനസിക ധൈര്യമുണ്ടായിരുന്ന അവർ പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിന്നു. അതോടെ പോലീസ് മുറ തന്നെ ഉദ്യോഗസ്ഥർക്ക് പുറത്തെടുക്കേണ്ടി വന്നു. പോലീസ് മുറ താങ്ങാനാവാതെ വന്നതോടെ സ്റ്റീഫൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. മെയ് 2-ാം തീയതി സ്റ്റീഫനും സംഘവും AVN മുതലാളിയുടെ വീട്ടിൽ മോഷണം നടത്തി. അന്ന് 10 പവനോളം സ്വർണ്ണാഭരണങ്ങളും കുറച്ച് കറൻസി നോട്ടുകളും നാണയങ്ങളും കിട്ടി. എന്നാൽ കൂടുതൽ സ്വർണവും പണവും മുതലാളിയുടെ വീട്ടിലുണ്ടെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. ആദ്യ ദിവസം മോഷണം നടത്തിയപ്പോൾ ആ വീടിനെക്കുറിച്ചുള്ള ഏകദേശ ധാരണ കിട്ടിയതുകൊണ്ട് 2ാമത് മോഷണം നടത്താൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല സ്റ്റീഫനെ. അങ്ങനെ മെയ് 19-ാം തീയതി വീണ്ടും മോഷണത്തിനെത്തി. കത്തി കാണിച്ച് ഭയപ്പെടുത്തി ഷെൽഫിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം മോഷ്ടിക്കുകയായിരുന്നു ഉദ്ദേശം. എന്നാൽ ശബ്ദം കേട്ട് രവീന്ദ്രൻ ഉണർന്നത് കള്ളന്മാരുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചു. രവീന്ദ്രൻ തങ്ങളെ തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കിയതോടെ അയാളെ ആഞ്ഞുവെട്ടി. രവീന്ദ്രന്റെ അലർച്ച കേട്ട് കുരച്ചുകൊണ്ട് കുതിച്ചെത്തിയ അൽസേഷ്യൻ നായ ദിലീപിനെ കണ്ടതോടെ നിശബ്ദനായി. അതോടെ മൂവർ സംഘം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ AVN മുതലാളിയുടെ വീട്ടിലേത് സ്റ്റീഫൻ ആദ്യമായി നടത്തിയ മോഷണമല്ലെന്ന് പോലീസിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ സ്റ്റീഫനെ കാര്യമായി തന്നെ ചോദ്യം ചെയ്തു. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഏറ്റുമാനൂരിൽ പോയി മോഷണത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തിയതും തിരിച്ചു പാറശാലയിലെത്തി കൊച്ചുകുഞ്ഞൻ നാടാരുടെ കടയിൽ നിന്ന് കമ്പിപ്പാര വാങ്ങി വീണ്ടും ഏറ്റുമാനൂരിലെത്തി ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയതുമൊക്കെ സ്റ്റീഫൻ വെളിപ്പെടുത്തുന്നത്. ആസൂത്രണം ചെയ്തതിനനുസരിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിനടുത്തെത്തുകയും അർദ്ധരാത്രിയോടെ ആനക്കൊട്ടിലിനടുത്തുള്ള വൈദ്യുതി പോസ്റ്റിലൂടെ തൂങ്ങിക്കയറി ക്ഷേത്രത്തിനകത്തു കടന്ന് തങ്കവിഗ്രഹവും സ്വർണ്ണപ്രഭാ വലയവും മോഷ്ടിച്ചെന്ന് സ്റ്റീഫൻ സമ്മതിക്കുകയും ചെയ്തു. ഇതോടെ ക്രൈം ഡിറ്റാച്ച്മെന്റ് സ്ക്വാഡ് തൊണ്ടി മുതലുകളും രവീന്ദ്രനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയുമടക്കം പ്രതികളായ മൂവർ സംഘത്തെ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. പിന്നീട് അവരെ കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ നിന്ന് പ്രതികളെ ടെമ്പിൾ സ്ക്വാഡ് ഏറ്റുവാങ്ങി. AVN മുതലാളിയുടെ വീട്ടിലെ മോഷണവും കൊലപാതകവും കോളിളക്കം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്കായി. ഏറ്റുമാനൂർ വിഗ്രഹമോഷണ കേസിന്റെ ചുമതല DYSP വിശ്വംഭരനായിരുന്നു. കോടതിയിൽ നിന്ന് സ്റ്റീഫനെ ഏറ്റുവാങ്ങിയ ടെമ്പിൾ സ്ക്വാഡ് അന്വേഷണം തുടർന്നു. ക്ഷേത്രക്കുളത്തിൽ നിന്ന് യാദൃച്ഛികമായി കിട്ടിയ രമണി എന്ന വിദ്യാർത്ഥിനിയുടെ ഉത്തരക്കടലാസിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് പ്രതി സ്റ്റീഫൻ തന്നെ ഉറപ്പിച്ചു പോലീസ്. എന്തുകൊണ്ടോ രമണി എന്ന നിർധനയായ വിദ്യാർത്ഥിനിയുടെയും അവളുടെ ഉത്തരക്കടലാസിൻ്റെയും കഥയ്ക്ക് കൂടുതൽ പ്രചാരണം കിട്ടി. യഥാർത്ഥത്തിൽ ഏറ്റുമാനൂർ വിഗ്രഹമോഷണ കേസ് തെളിയിക്കാൻ കാരണമായത് AVN മുതലാളിയുടെ വീട്ടിൽ നടന്ന മോഷണവും കൊലപാതകവും അന്വേഷിച്ച ക്രൈം ഡിറ്റാച്ച്മെന്റ് സ്ക്വാഡിന്റെ മിടുക്കാണ്. യഥാർത്ഥത്തിൽ വിഗ്രഹമോഷണ കേസ് ഏറ്റതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയായ സ്റ്റീഫനെ അറസ്റ്റ് ചെയ്ത് ടെമ്പിൾ സ്ക്വാഡിന് കൈമാറിയത്. കൂടാതെ AVN മുതലാളിയുടെ വീട്ടിൽ മോഷണവും കൊലപാതകവും നടത്തിയ ദിലീപിനെയും സഹോദരൻ സുരേഷിനെയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. എന്നാൽ എന്തുകൊണ്ടോ രമണിയുടെ കഥയ്ക്ക് പ്രചാരം കിട്ടി. ക്രൈം ഡിറ്റാച്ച്മെന്റ് സ്ക്വാഡിന്റെ അന്വേഷണം മറച്ചുവെച്ച് രമണിയുടെ കഥയ്ക്ക് പ്രചാരം നൽകിയത് ടെമ്പിൾ സ്ക്വാഡ് DYSP വിശ്വംഭരനാണെന്നാണ് അന്ന് സ്ക്വാഡിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ സ്റ്റീഫന്റെ ആരോപണം. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ സമൂഹ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊന്നും വാർത്തയായതുമില്ല. മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ രംഗത്ത് വരാൻ കീഴുദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിരുന്നുമില്ല അക്കാലത്ത്. വിഗ്രഹമോഷണം നടത്താൻ സ്റ്റീഫൻ കമ്പിപ്പാര പൊതിഞ്ഞുകൊണ്ടുവന്ന പേപ്പറിന് പ്രചാരം നൽകിയതിലൂടെ നെയ്യാറ്റിൻകര പോലീസിനും ക്രൈം ഡിറ്റാച്ച്മെന്റ് സ്ക്വാഡിനും കിട്ടേണ്ടിയിരുന്ന അംഗീകാരം ടെമ്പിൾ സ്ക്വാഡ് കവരുകയായിരുന്നു. AVN മുതലാളിയുടെ വീട്ടിൽ മോഷണവും കൊലപാതകവും നടത്തിയ കേസിലെ പ്രതികളെ പിടികൂടിയതിന് ക്രൈം ഡിറ്റാച്ച്മെന്റ് സ്ക്വാഡിലെ അംഗങ്ങൾക്ക് സർക്കാർ 250 രൂപ വീതം പാരിതോഷികം നൽകി. SI സ്റ്റീഫന്റെ വാദം കണക്കിലെടുത്താൽ അംഗീകാരം കിട്ടേണ്ടിയിരുന്നത് അന്നത്തെ ക്രൈം ഡിറ്റാച്ച്മെന്റ് സ്ക്വാഡിനാണ്. വിരമിച്ചതിനു ശേഷമെങ്കിലും നടത്തുന്ന ഇത്തരം വെളിപ്പെടുത്തലുകൾ എത്ര മൂടിവെച്ചാലും എന്നെങ്കിലും ഒരിക്കൽ സത്യം പുറത്തുവരും എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ്.